നമസ്കാരം. ക്യാമ്പസ് ഫോക്കസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ക്യാമ്പസ് മറന്ന പരസ്യം എന്ന് പറയുന്ന വിഷയത്തെ കുറിച്ചാണ്. 200 ദിവസം, 39,000 അധികം മരണം, 1,00,000 അധികം പേർ പരിക്ക് പറ്റി. നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്ന വിഷയമാണ്, നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ്. എന്നാൽ പതിയെ കേരളവും ഇത് മറന്നുകൊണ്ടിരിക്കുന്നു. മറ്റു രാജ്യത്തുള്ള വിദ്യാർത്ഥികൾ ഇപ്പോഴും ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്നുണ്ട്. നമുക്ക് സംസാരിക്കാം ഈ വിഷയത്തെ കുറിച്ച്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഫിസിക്സിൽ നിന്നും തൻസീഹും കമ്പ്യൂട്ടർ സയൻസിൽ നിന്നും റഷ്യയുമാണ്. ക്യാമ്പസിൽ എന്തുകൊണ്ട് പലസ്തീൻ ചർച്ചയാവുന്നില്ല? നമുക്ക് പറയുന്നതിന് മുന്നേ നമ്മള് ക്യാമ്പസിലെ പ്രൊട്ടസ്റ്റിന്റെ ഇമ്പോർട്ടൻസ് ആദ്യം മനസ്സിലാവും. നമ്മുടെ രാജ്യത്ത് നടന്ന CAA സമരം, പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ ഉണ്ടായത്, പിന്നെ കർഷക സമരം, ഇതിന്റെ ഒക്കെ ഇമ്പാക്ട് തുടങ്ങുന്നത് ക്യാമ്പസുകളിൽ നിന്നാണ്. നോർത്ത് ഇന്ത്യ ക്യാമ്പസുകളിൽ തുടങ്ങിയ സാധനം അത്രയും ഗവൺമെന്റിനെ പിടിച്ച് കുലുക്കാൻ വേണ്ടി കഴിയും. അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ കുട്ടികൾ എത്രത്തോളം ഉണ്ട് നമ്മൾ മനസ്സിലാക്കാം. രണ്ടാമത് ഈ പലസ്തീന്റെ കേസ് പറയുമ്പോൾ അതിനെ കുറിച്ച് നമ്മൾ കുട്ടികൾക്ക് എത്രത്തോളം അറിയുമെന്ന് മുമ്പ് നമ്മൾ ചെക്ക് ചെയ്യണം. പലരും വിചാരിക്കുന്നത് ഒക്ടോബർ 7 തുടങ്ങിയ ഒരു പലസ്തീൻ അങ്ങോട്ട് പോയി ആക്രമിച്ച് അതിനുള്ള ഒരു തിരിച്ചു കിട്ടുന്നത്, ആ ഒരു മൈൻഡിലാണ് പലരും ഇതിനെ എടുക്കുന്നത്. ശരിക്കും ആ കോഴ്സ് അങ്ങനെയല്ല, ആ പ്രശ്നം അങ്ങനെയല്ല തുടങ്ങുന്നത്. 1948 മുതലേ തുടങ്ങിയിരിക്കുന്ന ഒരു പ്രശ്നമാണ്. ഗ്യാസ് സ്ട്രിപ്പിനെ കുറിച്ച് പറയാൻ നമുക്കറിയാം. ഒരു ഓപ്പൺ എയർ ജയിലിലാണ്. അവിടെ കഴിയുന്ന ആൾക്കാരുടെ അവസ്ഥ പറയാൻ നമുക്ക് ചിന്തിക്കാൻ കൂടി പറ്റാത്ത അവസ്ഥയിലൂടെ കഴിഞ്ഞു പോകുന്ന ഒരു ശ്രമമാണ്. ചുറ്റും ക്യാമറ കണ്ണുകളും വെള്ളവും ഭക്ഷണം എല്ലാം ഇസ്രായേലിന്റെ കാര്യം കൊണ്ട് ജീവിക്കുക, അങ്ങനെ ഒരു അവസ്ഥയിൽ അവരിൽ നിന്നുണ്ടായ സ്വാഭാവികമായ റിഫ്ലക്സ് മാത്രമായിരുന്നു ഒക്ടോബർ 7 നടന്ന ആ ആക്രമണം. അന്ന് ഇസ്രായേലിൽ ലോകത്ത് നിന്നൊക്കെ സപ്പോർട്ട് ഉണ്ട്. ആ സപ്പോർട്ട് ഇപ്പൊ നമുക്ക് കാണാൻ കഴിയില്ല. അതെന്ന് അത്രത്തോളം ഒരു ചെയ്ത ക്രൂരതകളും അവിടെയുള്ള മൃഗങ്ങളെല്ലാം കൊന്നെടുക്കുന്നതാണ് മിലിറ്ററി ഓഫീസർ ആദ്യം പറഞ്ഞത്. മൃഗങ്ങളെ ഫുള്ളും കൊന്നെടുക്കുന്ന ആ ഒരു മൈൻഡിലേക്കാണ് അവർ വന്നത്. അതവര് നഷ്ടപ്പെടാനുള്ള ഒരു കാരണം. ആ സപ്പോർട്ട് ഇപ്പൊ ഇല്ലാത്തതിന്റെ കാരണം അവർ നരഹത്യക്ക് ഇതായിട്ടാണ്. അപ്പൊ അതിനെ കുറിച്ച് ഇപ്പൊ ബ്രിട്ടനിലെ എലക്ഷൻ, US എലക്ഷൻ, ഇതൊക്കെ സ്വാധീനിക്കാൻ ഈ ഇസ്രായേൽ ആ കൺട്രിയുടെ ഒരു ഭാഗം കൂടിയല്ല, പക്ഷെ അവിടുത്തെ പ്രശ്നം ഇവിടെ സ്വാധീനിക്കുന്ന ഒരു സാഹചര്യം. ഇപ്പൊ ഋഷിസുനക്ക് ഇപ്പോഴത്തെ ലേബർ പാർട്ടിയാണ് ജയിച്ചത്. ഋഷിസുനക്കിന്റെ പാർട്ടി തോറ്റി. അതിനൊരു റീസൺ ഈ ലേബർ പാർട്ടി പലസ്തീനെ കുറച്ചും കൂടി ഒന്ന് സപ്പോർട്ടായ. അപ്പൊ അവിടുത്തെ ക്യാമ്പസുകളിലും ആരും അത് നടക്കുന്നുണ്ട്. ബോയ്ക്കോട്ടിങ് ആയാലും കാര്യങ്ങളായിട്ട് അവരത്രത്തോളം അവയറാണ്. പക്ഷെ നമ്മുടെ കുട്ടികൾ എന്തോ നമ്മളെ ഭാഗത്തിന്റെ കേസല്ല. അവിടെ ഏതോ ഒരു കുറച്ച് കുട്ടികൾ മരണപ്പെടുന്നു, ഇസ്രായേൽ ആ ടെററിസ്റ്റ് വിളിക്കുന്നു, അവരാക്രമിക്കുന്നു. നമ്മളെ ബാധിക്കാത്ത ഒരു പ്രശ്നമായിട്ടാണ് ഇതിനെ കാണുന്നത്. ശരിക്കും മനുഷ്യത്തുള്ള ഒരാൾ ഇസ്രായേൽ ഇങ്ങനെ നിൽക്കില്ല, പലസ്തീനെ സപ്പോർട്ട് ചെയ്തിട്ടേ വരുള്ളൂ. അപ്പോൾ നമ്മളെ കുട്ടികൾ അത്രയും അവയർഡ് അല്ലാന്ന് പറയും. ഇന്ത്യയിൽ പ്രൊട്ടസ്റ്റും കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു മറ്റേ പലസ്തീന്റെ ഫ്ലാഗ് മറ്റേ പത്തക്കിന്റെ ഇതിൽ പ്രോഗ്രാമിൽ പങ്കെടുത്തൊക്കെ നമ്മൾ കണ്ടാണ് നടത്തുന്നുണ്ട്. പക്ഷെ നമ്മുടെ ക്യാമ്പസുകളിൽ എത്രത്തോളം അവയർഡ് ആണ് എന്നുള്ളതിൽ സോഷ്യലി ഭയങ്കര അവയർനെസ് ഉണ്ടെങ്കിൽ ക്യാമ്പസുകളിലുള്ള ഇത് ഞാൻ കാണുന്നു. അതേപോലെ പറയുകയാണെങ്കിൽ മറ്റ് വേൾഡ് യൂണിവേഴ്സിറ്റി, കൊളംബിയ യൂണിവേഴ്സിറ്റി പോലുള്ള ഹാർവേർഡ് യൂണിവേഴ്സിറ്റികളിലൊക്കെ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, കുട്ടികൾ അവിടെ യൂണിവേഴ്സിറ്റി ക്യാമ്പ് ചെയ്യാണ്. കുറെ ദിവസങ്ങളോളം ക്യാമ്പ് ചെയ്തുകൊണ്ട് പ്രൊട്ടസ്റ്റ് ചെയ്ത് യൂണിവേഴ്സിറ്റി ഒഫീഷ്യൽസ് ഒക്കെ പോലീസിനെയും ഫോഴ്സിനെയും വിളിച്ച് അവരെ അറസ്റ്റ് ചെയ്യുകയും കുറെ പേര് സസ്പെൻഡ് ആവുന്ന ഒരു സിറ്റുവേഷൻ വരെ നമ്മൾ കാണപ്പെടുന്നുണ്ട്. അതേപോലെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയ ഒരു കാര്യമാണ് ഗ്രാജുവേഷൻ സെറമണീസിലൊക്കെ സ്റ്റുഡൻസ് പലസ്തീനിലെ ഫ്ലാഗ് വേവ് ചെയ്തുകൊണ്ട് അത്രയും പ്രൗഡായൊരു ഈ ഒരു ഇതിനു വേണ്ടി പ്രതിഷേധിക്കുക എന്ന് പറയുന്നത് അവര് വേറെ കാര്യങ്ങളല്ല, അവരുടെ എന്തിനും ഇത് മുന്നിട്ട് വെച്ചാണ് അവര് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ഇടയിൽ പ്രൊട്ടസ്റ്റുകൾ ഇല്ലാന്നല്ല, പ്രൊട്ടസ്റ്റുകൾ നടക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയകളിലൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല അധികം ആൾക്കാർ റീലുകൾ ഷെയർ ചെയ്യുകയും റീപോസ്റ്റ് ചെയ്യുകയുണ്ട്. പക്ഷെ ചർച്ചകൾ എന്തോ ഒന്ന് ചെറുതായിട്ട് കുറഞ്ഞ പോലെ ഫീൽ ചെയ്യാം. സോഷ്യൽ മീഡിയയിൽ ഒതുങ്ങിയ മാതിരി എല്ലാവരും ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് അഡോപ്റ്റ് ചെയ്യുന്നത് പോലെ ഈ ഒരു വിഷയം എന്നെ അത്രത്തോളം ഒന്നും ബാധിക്കുകയില്ല എന്നൊരു കൺസെപ്റ്റ് പോലെ തോന്നാം. പക്ഷെ ഈ ഒരു സിറ്റുവേഷന്റെ ട്രാജിക്നെസ് നമ്മൾ അറിഞ്ഞേ പറ്റും. എത്ര ആളുകളുടെ ജീവിതങ്ങളാണ് പോകുന്നത്, എത്ര കുട്ടികൾ മരിക്കുന്നു, അവരുടെ കുട്ടികൾ ചൈൽഡ് ആംബുലൻസ് എത്ര പേരുണ്ട്.
പിന്നെ ഇവർ ഈ പ്രിസണേഴ്സിനെ ട്രീറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ അത്രയും ഭയാനകമായ, അത് കേൾക്കാനും ആ ഒരു അതിനെക്കുറിച്ചുള്ള ന്യൂസൊക്കെ നമ്മളിങ്ങനെ കേൾക്കുമ്പം അതൊക്കെ ശരിക്കുള്ളതാണെന്ന് വിശ്വസിക്കാൻ വരെ അത്രയും പാടാണ്. അങ്ങനത്തെ കുറെ ഓർഗാനിക് ട്രാഫിക്കിന്റെ ഓർഗൻ ട്രാഫിക്കിംഗ് അങ്ങനത്തെ കുറെ ന്യൂസുകൾ നമ്മൾ കേൾക്കാറ്. ഇത് വിശ്വസിക്കാൻ പറ്റില്ല, പക്ഷെ ഉള്ളതാണ് ന്യൂസ് സ്റ്റോറീസ്. വലിയ ന്യൂസ് മീഡിയകൾ ഇത് ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് പറയുമ്പോൾ നമുക്ക് വിശ്വസിച്ചല്ലേ പറ്റും. പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രൊട്ടസ്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ബോയ്ക്കോട്ടുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, സെലിബ്രിറ്റീസിനെ അൺഫോളോ ചെയ്യുന്നുണ്ട്. അതേപോലെ ഒരു പലസ്തീനിയൻ ഫേമസ് മോഡലായ എല്ലാ അഡിഡാസിന് വേണ്ടി നടത്തിയ പോസ്റ്റ് എന്നൊരു രീതിയിൽ പലസ്തീനെ സപ്പോർട്ട് ചെയ്തു എന്ന് കണ്ടപ്പോൾ അവരെ ഒഴിവാക്കുകയും അപ്പോളജൈസ് ചെയ്തു. പക്ഷെ അതിലല്ലല്ലോ കാര്യം. ആ ഒരു മോഡൽ അവർ ചെയ്യുന്ന വർക്കല്ലേ, പിന്നെ അവർ ചെയ്യുന്ന പേഴ്സണലി നിന്ന് അവരുടെ ഒരു ഒപ്പീനിയൻ ഈ ഒരു വർക്കിനെ എങ്ങനെ ബാധിക്കുന്നുള്ളത് എനിക്ക് മനസ്സിലാവില്ല. പിന്നെ ഗവൺമെന്റ് ഒരു സ്റ്റാൻഡിലും പീപ്പിൾ വേറെ സ്റ്റാൻഡിലാണ്. ഗവൺമെന്റ് ഇസ്രായേൽ അനുകൂലിച്ചപ്പോൾ പീപ്പിൾസ് അതിനെതിരായിട്ട്. അതെ. പിന്നെ ഇപ്പം എന്തായി നടക്കുന്ന പാരീസ് ഒളിമ്പിക്സിന് നമ്മളിപ്പോ ടേം ചെയ്യുന്നത് ജനസൈഡ് ഒളിമ്പിക്സ് ആയിട്ടാണ്. ഇസ്രായേൽ എന്നൊരു കൺട്രിയുടെ ഞാൻ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. ആ സ്റ്റേജിലെ അത്ലീറ്റ്സിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നതിൽ വളരെയധികം പ്രൊട്ടസ്റ്റുകളുണ്ട്. പിന്നെ കേട്ടൊരു ന്യൂസാണ്, ഇസ്രായേലിലൊരു ഫേമസ് അത്ലീറ്റ് അവിടേക്ക് പലസ്തീനിലേക്ക് സെൻഡ് ചെയ്യാവുന്ന മിസൈൽസ് ഉണ്ട്, അത് സ്വന്തം പേരിൽ സൈൻ ചെയ്യുകയും അതേ ഒരു കാര്യം പറയുന്നുണ്ട്. അത് ശരിക്കറിയില്ല. ഇങ്ങനെയാണ്, ഫ്രം മീ ടു യു വിത്ത് പ്ലഷർ. ഇങ്ങനെയാണ് ഇത്രയും ക്രൂരത നമ്മൾ ചെയ്യുന്നത് കുറച്ചല്ല, പക്ഷെ അത് പബ്ലിക്ലി അക്നോളജ് ചെയ്യുക, അതിൻ്റെ ഒരു പാർട്ടായിട്ട് ആൾക്കാരെ ഇങ്ങനെ അറിയിക്കുക. ലൈക്ക് ഈ ഷെയിംലെസ്നെസ് എനിക്ക് ഇങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഈ ഒളിമ്പിക്സിന്റെ കാര്യം വന്നപ്പോ റഷ്യയും യുക്രൈനും വാറും ഇതേ സമയത്ത് നടന്നുകൊണ്ടില്ല. റഷ്യനെ ഇതിൽ ബാനാക്കി, പക്ഷെ നേരെ വെച്ച് ഇസ്രായേലിനെ ഇതിൽ ഒളിമ്പിക്സിലേക്ക് അപ്ലോഡ് ചെയ്യുകയും ഡബിൾ സ്റ്റാൻഡേർഡ്, വേൾഡിന്റെ ഡബിൾ സ്റ്റാൻഡേർഡ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നീട് ഇപ്പോഴത്തെ ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ നെതന്യാഹു US കോൺഗ്രസിൽ വന്നൊരു സ്പീച്ച് നടത്തിയിരുന്നു. ആ സ്പീച്ചിൽ നമുക്ക് കാണാൻ പറ്റുന്ന അത്രയും ആളുകളുടെ ഇടയിൽ ഇത്രയും ശരിക്കുള്ള ട്രൂത്ത് എല്ലാവർക്കും അറിയാം, എല്ലാവരും അവെയറാണ്. എന്നിട്ട് തന്നെ അത്രയും പേര് സ്റ്റാൻഡിങ് ഓവേഷൻ ആണ് അദ്ദേഹത്തിന് കൊടുത്തത്. അപ്പം അതിന്റെ ആ ഒരു സിറ്റുവേഷൻ എത്രത്തോളം നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഒരു ക്യാമ്പസുകളിൽ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിലൊക്കെ ആൾക്കാർ നല്ലോണം അതിനു വേണ്ടി പ്രതികരിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ക്യാമ്പസ്, നമ്മുടെ ഈ കേരളത്തിൽ, നമ്മുടെ ഈ കോളേജിൽ തന്നെ ക്യാമ്പസുകളിൽ ഈ ചർച്ചകൾ ഇനിയും വേണമെന്ന് ആളുകൾ ഒന്നുകൂടെ ഇടപഴകി ഒന്നുകൂടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് എന്തൊക്കെ നമുക്ക് ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നതോ അതൊക്കെ നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളിവിടെ ഇത് കൺക്ലൂഡ് ചെയ്യുന്നു. ഇത് കേട്ടതിൽ എല്ലാവർക്കും നന്ദി. റഷ്യയും തൻസിയും പറഞ്ഞതുപോലെ നമ്മുടെ കോളേജുകളിൽ ഇതിനെക്കുറിച്ചുള്ള സംസാരങ്ങളും ചർച്ചകളും കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. മറ്റുള്ള രാജ്യങ്ങളിൽ ഇപ്പോഴും ശക്തമായി കൊണ്ടിരിക്കുന്നു. നമ്മൾ ഇങ്ങനെ മറക്കേണ്ട ഒരു ചർച്ചയല്ല ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇന്നിവിടെ അവസാനിക്കുകയാണ്.